ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 10 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 2 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മല്ലിയാണ്, മുഴുവൻ മല്ലി. 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. അതും ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് ജീരകമാണ്, നല്ല ജീരകം. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്ത ഈ കൂട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ കറി നമ്മളൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടിയിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി തയ്യാറാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം മാറി വരുന്നത് വരെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണം എല്ലാം പോയിട്ട് വെള്ളം എല്ലാം വറ്റി നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിത് തുറന്ന് വെച്ച് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി വെള്ളം എല്ലാം വറ്റി ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടി നിറയെ മുരിങ്ങയില കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി മുരിങ്ങയില ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും മുരിങ്ങയിലയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഈ കറി കുറച്ച് കൂടുതൽ കുറുകിപ്പോയിട്ടുണ്ട്. ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കറിക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. മുരിങ്ങയില നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങാനീരാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങാനീരും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. പച്ചവെളിച്ചെണ്ണയും നാരങ്ങാനീരൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മുരിങ്ങയില കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.